ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. ടാലൻ്റ് അവാർഡ് വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ പപ്പിമോളും സത്യമോളും വന്നിരിക്കുവാണ്. മറ്റുള്ള കുട്ടികളും അവരുടെ പേരൻസും എല്ലാം വന്നിട്ടുണ്ട്. സത്യയുടെയും പപ്പിയുടെയും പേരൻസ് മാത്രം ഇത്രയും സമയമായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് എച്ച് എം പറയുന്നുണ്ട് ഇവരുടെ പേരൻസ് കൂടെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ സമയമായിട്ടും അവരെ കാണാത്തത് കൊണ്ട് എച്ച് എം സത്യയോടും പപ്പിയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരൻസ് വരുമോ, ഇനി കാത്തിരിക്കാൻ പറ്റില്ല, പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് സത്യയോട് ചോദിക്കുന്ന, സത്യ ആരാണ് വരുന്നത്, ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രമേശ് പറയുന്നു, അവളുടെ അമ്മയായിരിക്കും വരുന്നത്, അല്ലാതെ ആര് വരാന്, എപ്പോഴും അവളുടെ അമ്മയാണല്ലോ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യ പെട്ടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് വരുന്നതെന്ന്. അത് കേട്ട് പപ്പിമോളും ഇങ്ങനെ അമ്പരന്നിരിക്കുവാണ്. കാരണം പപ്പിയാണല്ലോ വാക്ക് കൊടുത്തിരിക്കുന്ന അച്ഛനാണെന്നും പറഞ്ഞ് സത്യയ്ക്ക് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. പപ്പിക്ക് ഒരു അങ്കലാപ്പുണ്ട് കേട്ടോ. അച്ഛൻ വന്നില്ലല്ലോ പപ്പി, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. പപ്പി പറയുവാണ്, അച്ഛൻ വന്നില്ലെങ്കിലും സത്യ നീ വിഷമിക്കണ്ട കേട്ടോ. ഇല്ല, അച്ഛൻ വരും, എൻ്റെ അച്ഛൻ വരും, തീർച്ചയായിട്ടും വരും, എനിക്ക് ഉറപ്പാണ്. രമേശ് അവിടെ പറയുക, ഇവിടെ അച്ഛൻ വന്നത് തന്നെ, എന്നിട്ട് ഇന്ന് പരിപാടി നടന്നത് തന്നെ. എന്നിട്ട് രമേശ് അവൻ്റെ അച്ഛനോട് പറയാ, അച്ഛാ ഇവളുടെ അച്ഛനൊന്നും വരുത്തതൊന്നുമില്ല, ഇവളിവിടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എടാ പതുക്കെ പറയടാ, എച്ചമ്മൻ്റെ ചെവിയിലെങ്ങാനും കേൾക്കും, നീ മിണ്ടാണ്ടിരിക്കുക എന്നിങ്ങനെ രമേശിൻ്റെ അച്ഛൻ രമേശിനെ വഴക്ക് പറയുന്നുണ്ട്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാത്തതുകൊണ്ട് വീണ്ടും എച്ചം ചോദിക്കുന്നു, എക്സ്ക്യൂസ് മീ മാഡം, ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്. ഇതുവരെയും സത്യയുടെ അച്ഛനെ ആരും കണ്ടിട്ടില്ലല്ലോ. എച്ചം പോലും ഇങ്ങനെ അന്തിച്ച് നോക്കുന്നുണ്ട്. സത്യമോൾ അവളുടെ അച്ഛനെ കണ്ടിട്ട്, ഹായ് അച്ഛൻ, എൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞ് എഴുന്നേക്കുവാണ്. പപ്പിയും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ നോക്കുവാണ്. സത്യയുടെ അച്ഛൻ വന്നല്ലോ എന്നും പറഞ്ഞ്. നമ്മുടെ ശാലിനിയാണ് വേഷം മാറി വന്നിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ശാലിനിയുടെ രൂപം തന്നെ അങ്ങോട്ട് ആകെ മാറി. താടിയും വെച്ച്, മുടി വിഗ്ഗൊക്കെ വെച്ച്, വലിയ കണ്ണാടിയൊക്കെ വെച്ച്, ടിപ് ടോപ്പിലൊരു ചുള്ളൻ പയ്യനെ പോലാണ് നമ്മുടെ ശാലിനി വന്നിരിക്കുന്നത്. സത്യമോള് സന്തോഷം സഹിക്കാൻ വയ്യാതെ അച്ഛാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ശാലിനിയും അതേ അച്ഛനായിട്ട് തന്നെ സത്യമോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ ശാലിനി രൂപം കൊണ്ട് മാത്രമല്ല ശബ്ദത്തിനും വ്യത്യാസം വരുത്തിയാണ് സംസാരിക്കുന്നത്. സത്യമോളോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പൊ സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമായിച്ച. എച്ചം പറയുന്നുണ്ട്, സത്യഭാമയുടെ ഗാർഡിയൻ എത്തി, ഇനി പത്മിനിയുടെ ഗാർഡിയൻസേ വരാനുള്ളൂ എന്ന് പറയുമ്പോൾ പപ്പിമോള് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ വരും, ഉടനെ വരും എന്നിങ്ങനെ പറയുന്നു. അത് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനിയും കാത്തു നിൽക്കുന്ന ശരിയല്ല, പരിപാടികൾ തുടങ്ങാമെന്നും പറഞ്ഞ് അവർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അക്ഷയായിട്ട് വേഷം മാറി വന്ന നമ്മുടെ ശാലിനി സത്യമോളോട് പറയുന്നുണ്ട്, മോൾ അവിടെ പോയിരിക്കുക, അച്ഛന് 2-3 ഫോൺ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് ശാലിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. സത്യമോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ഗമയിലും ഒക്കെയാണ്. പെട്ടെന്ന് വന്നിട്ട് രമേശിനോട് ചോദിക്കുക, നീ കണ്ടില്ലേ, എൻ്റെ അച്ഛനെ കണ്ടോ, നീ കണ്ണും തുറന്ന് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ സത്യമോള് ചോദിക്കുവാണ്. പുറത്തോട്ട് വന്ന നമ്മുടെ ശാലിനി അനുവിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറയുന്നു, അനു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്ത് പോയതിന് ശേഷം മാത്രമേ വിഷ്ണുവേട്ടൻ്റെ വാഹനം ഇവിടെ എത്താവുള്ളൂ, അത് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ ചെയ്യണേ എന്നിങ്ങനെ ശാലിനി അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. മേഡം വിഷമിക്കേണ്ട, അതെല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കും എന്നിങ്ങനെ അനുവും പറയുന്നുണ്ട്. വിഷ്ണുവും സത്യഭാമയും രോഹിത്തും ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. സമയം ഒരുപാടായല്ലോ, പരിപാടി തുടങ്ങിക്കാണുമോ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട്, സത്യയ്ക്കും പപ്പിമോക്കും നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സത്യഭാമ മനസ്സിൽ പറയുവാണ്, നീ സത്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പോകുന്നില്ല, അവളെ ലാളിക്കാനും പോകുന്നില്ല, നീ കണ്ടോ അവിടെ നടക്കുന്നത്, ഞാൻ സമ്മതിക്കത്തില്ലടാ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പപ്പിമോള് പ്രത്യേകം പറഞ്ഞതാ നേരത്തെ വരണേന്ന്. എന്താ ചെയ്യുന്നത്, അവക്ക് വഴക്ക് കിട്ടിക്കാണും നമ്മൾ കാരണം. അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യാനാമേ, പാലത്തിൻ്റെ അടുത്ത് അത്രയും ബ്ലോക്ക് വരുമെന്ന് നമ്മൾ കരുതിയോ? ഇതാ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങണമെന്ന്. അതെങ്ങനെയാ, എത്ര പറഞ്ഞാലും ആ മുഹൂർത്തത്തിനെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങത്തുള്ളൂ. അതുമല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ആരെങ്കിലും കയറി വരികയും ചെയ്യും. അപ്പോൾ രോഹിത് പറയും, അതിന് പകരമായിട്ട് ആ പാലത്തിൻ്റെ അടുത്ത് നമുക്ക് അത്രയും ബ്ലോക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇനി ഒന്നും നോക്കണ്ട വിഷ്ണു, മാക്സിമം സ്പീഡ് വിട്ടോ, ചടങ്ങ് തീരുന്നതിന് മുമ്പെങ്കിലും അവിടെ എത്തണം എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ കാറിലിരുന്നുകൊണ്ട് പറയുവാണ്. അപ്പോഴേക്കും അനു അവിടെ എത്തി. വിഷ്ണു വരുന്ന വണ്ടി തടഞ്ഞ് വേറെ റൂട്ടിലോട്ട് വിടാനാണ് പരിപാടി. അനു രാമുവേട്ടനോട് വണ്ടി നിർത്തിച്ച് അവിടെ ഒരു ബോർഡ് വെച്ച് റോഡ് ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചുകൊണ്ട് മാർക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിച്ചു വെക്കുന്നത്.
അങ്ങനെ റോഡ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡും വെച്ച് ആരോ മാർക്ക് ലെഫ്റ്റിലോട്ടും വെച്ച് അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ വാഹനവും അവിടെ വന്ന് ടേക്ക് ഡൈവേർഷൻ കണ്ട് റൂട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു വെച്ചേക്കുന്ന ആരോ മാർക്കും കണ്ട് അയ്യോ റോഡ് ബ്ലോക്കായല്ലോ, അവിടെ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ, ഇന്നലെ കൂടെ ഞാൻ വന്നതാണല്ലോ, അപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ, ശരി സംസാരിച്ച് നിൽക്കാതെ നീ പെട്ടെന്ന് വണ്ടി വിടറാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റൂട്ട് മാറ്റി ലെഫ്റ്റിലോട്ട് വിഷ്ണുവിൻ്റെ വാഹനം പോവുകയാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ വാഹനം റൂട്ട് മാറ്റി പോകുന്നത് അനുവും രാമുവേട്ടനും കാണുന്നുണ്ട്. അനു പറയുന്നുണ്ട്, രാമുവേട്ട സംഗതി സക്സസ് ആയി, ഇനി രാമുവേട്ടൻ പെട്ടെന്ന് ചെന്ന് ആ ബോർഡൊക്കെ എടുത്ത് മാറ്റി. പെട്ടെന്ന് രാമുവേട്ടൻ ഓടിച്ചെന്ന് ആ ബോർഡൊക്കെ എടുത്ത് കാറിനകത്ത് വെച്ച് അവരങ്ങ് പോവുകയാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ വാഹനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സത്യാമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ ഇങ്ങനെ നാട് ചുറ്റി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ സമയത്തിന് എവിടെ എങ്ങാനും ചെല്ലാൻ പറ്റുമോ? ആരോടെങ്കിലും ഒന്ന് ചോദിക്കുന്നത് റൂട്ട് ശരിയാണോ? ഏതായാലും പോയി നോക്കാമേ. രോഹിത്തും പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് ദൂരം ഓടിച്ച് വന്നല്ലോ, ഇത് എവിടാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം നോക്കുമ്പോൾ റോഡ് എൻഡിൻ്റെ ഭാഗത്താണ് ഇവർ വന്ന് നിൽക്കുന്നത്. അയ്യോ ഇവിടം വരെ ഉള്ളോ റോഡ്, അപ്പം നമ്മൾ വഴി തെറ്റിപ്പോയല്ലോ. അപ്പോൾ സത്യഭാമ പറയുന്നത്, പെട്ടെന്ന് വണ്ടി തിരിച്ചു വിടുക, ആ വന്ന വഴി കൂടെ തന്നെ നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ വാഹനം തിരിച്ച് ആ വഴി വന്നപ്പോൾ അവിടെ റോഡ് ബ്ലോക്കിൻ്റെയും ഡൈവേഷൻ്റെയും ബോർഡും ഒന്നും കാണുന്നില്ല. ഇതെന്ത് പറ്റി, ഇത്ര പെട്ടെന്ന് ആരോ വെച്ചതാണല്ലോ. സ്കൂളിലെ നാഷണൽ ടാലൻറ്റ് അവാർഡിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. എച്ച്.എം ഇങ്ങനെ പ്രസംഗിക്കുവാണ്. ഓരോ വിദ്യാലയങ്ങളിലും ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും പല രീതിയിലായിരിക്കും. ചിലർ കലാരംഗത്തും ചിലർ കായിക രംഗത്തും ആയിരിക്കും അവരുടെ കഴിവുകൾ തെളിയിക്കുന്നത്. പഠന മികവിൽ കഴിവ് തെളിയിച്ച 7 കുട്ടികളെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇവരെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ മികച്ച നിലവാരമാണ് ഇവർ കാഴ്ചവെച്ചത്. ഇനി ഇവർ മത്സരിക്കുന്നത് നാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ രക്ഷകർത്താക്കൾക്കൊപ്പം കൊടുക്കുന്ന ഈ അംഗീകാരം ഇവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് പ്രചോദനമാകട്ടെ. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നത് സത്യഭാമയും സത്യഭാമയുടെ ഗാർഡിയനെയാണ്. രമേശിൻ്റെ അച്ഛൻ രമേശിനോട് പറയുക, എടാ കൈയടിച്ചോടാ, നിന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞില്ലേ, ഇനി അതിനും കൂടെ ചേർത്ത് നീ അങ്ങ് കൈയടിച്ചോ. രമേശിനാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടവും ദേഷ്യം വരുവാണ്. അവൻ വിചാരിച്ചില്ല ഒരിക്കലും സത്യയുടെ അച്ഛൻ വരുമെന്ന്. എപ്പോഴും ആ പേരും പറഞ്ഞ് സത്യ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാമല്ലോ. സത്യമോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ശാലിനിയുടെ കയ്യും പിടിച്ച് സത്യമോൾ അങ്ങനെ അവാർഡ് വാങ്ങിക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറുവാണ്. സത്യമോൾ അങ്ങനെ സന്തോഷത്തോടെ അവാർഡൊക്കെ അങ്ങോട്ട് സ്വീകരിച്ച് എല്ലാവരും കയ്യൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. എച്ച്.എം ശാലിനിയോട് പറയുന്നുണ്ട്, സത്യഭാമയുടെ ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിലും വരാൻ പറ്റിയല്ലോ, അതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കുന്നു എന്നൊക്കെ എച്ച്.എം ഇങ്ങനെ ശാലിനിയോട് പറയുവാണ്. എന്നിട്ട് എച്ച്.എം ശാലിനിയോട് പറയുന്നുണ്ട്, സത്യഭാമയുടെ പഠന മികവിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചാൽ അത് മറ്റുള്ള കുട്ടികൾക്കൊരു പ്രചോദനമാകും എന്നിങ്ങനെ പറയുവാണ്. നമ്മുടെ ശാലിനിയാണ് ഇങ്ങനെ ഏറ് പിടിച്ച് നിൽക്കുവാണ്. കാരണം താടിയും മുടിയെല്ലാം വെപ്പുമുടിയല്ലേ, ഇങ്ങനെ ഒന്നും മിണ്ടാനും പറ്റാതെ ശാലിനി ഇങ്ങനെ ഏറ് പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ശാലിനി അങ്ങനെ സ്വരമൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു ഗാംഭീര സ്വരമൊക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സത്യഭാമയുടെ പഠന മികവിന് വേണ്ടി ഇവിടെ വരികയും എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുകയും ചെയ്തത് സത്യഭാമയുടെ അമ്മയും ജില്ലാ കളക്ടറുമായ ശാലിനിയായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പഠന മികവിൻ്റെ ഫുൾ ക്രെഡിറ്റും ശാലിനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും മാത്രമാണ്. വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ വന്നു പോകുന്ന ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചക്കാരാകാനുള്ള സാധ്യതയേ ഉള്ളൂ. ഇതുപോലൊരു വേദിയിൽ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരം ഒരുക്കിയ ബഹുമാന്യായ ഇവിടുത്തെ എച്ച്.എമ്മിനും ഇവിടുത്തെ അധ്യാപകർക്കും പഠിച്ചു മിടുക്കരായ നമ്മുടെ കുട്ടികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എന്നും പറഞ്ഞ് ശാലിനി പ്രസംഗം അവസാനിപ്പിച്ചു. എല്ലാവരും കൈയടിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് എച്ച്.എം വിളിക്കുന്നത് രമേശിനെയാണ്. രമേശും സത്യയും കൂടെ ഒരു നോട്ടമുണ്ട്. സത്യ അവാർഡും പിടിച്ച് അവിടെ അച്ഛനെയും കൈ പിടിച്ചുകൊണ്ട് രമേശിനെ നോക്കി അങ്ങ് ദഹിപ്പിക്കുന്ന ഒരു നോട്ടം. രമേശ് അങ്ങ് ചൂളി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് സത്യമോള് പറയുന്നുണ്ട്, അച്ഛാ വേണ്ട, ഇതാ ഞാൻ പറഞ്ഞ രമേശ്. അപ്പോൾ ശാലിനി ഉടനെ ഹലോ രമേശ് എന്നും പറഞ്ഞ് രമേശിന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. നീയല്ലേ പറയാറുള്ളത് എനിക്ക് അച്ഛനില്ലെന്നും ഒരിക്കലും വരില്ലെന്നും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ സത്യ രമേശിനോട് ചോദിക്കുക. രമേശ് നീ കണ്ണ് തുറന്ന് കാണ്, ഇതാണ് എൻ്റെ അച്ഛൻ, എനിക്ക് കിട്ടിയ അവാർഡാ ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ, ഇനി നീ പോയി നിന്റെ അവാർഡ് വാങ്ങിച്ചോ എന്നും പറഞ്ഞ് സത്യമോൾ അച്ഛൻ്റെ കൈയും പിടിച്ചിങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ശാലിനി സത്യമോളോട് പറയുന്നു, മോളെ അച്ഛൻ അല്പം തിരക്കുണ്ട്, നമുക്ക് പോകാം.
പപ്പി വിഷ്ണു അച്ഛൻ വരുന്നുണ്ടോന്ന് നോക്കാം എന്നിങ്ങനെ സത്യമോള് പപ്പിയോട് പറയുക. ശാലിനി ആകെ അങ്കലാപ്പ് പെടുവാണ്. ദൈവമേ, വിഷ്ണു എങ്ങാനും കയറി ഇങ്ങോട്ട് വരുവോ? അങ്ങനെ സത്യാമ്മയും വിഷ്ണുവും രോഹിത്തും ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എന്നാലും ഞാൻ ആലോചിക്കുക, ആരായിരിക്കും ആ ബോർഡ് അങ്ങനെ അവിടെ കൊണ്ടുവച്ചത്? ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, ഏതായാലും പെട്ടുപോയില്ലേ. ശാലിനി അങ്ങനെ സത്യമോളെയും പപ്പിമോളെയും കൂട്ടിയിട്ട് സ്കൂൾ കോമ്പൗണ്ടിലോട്ട് വരുവാണ്. അങ്ങനെ ശാലിനി സത്യമോളെയും കൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ പപ്പി പറയുവാണ്, സത്യയെ കുറച്ചു നേരം കൂടെ നിൽക്ക്, വിഷ്ണു അച്ഛനൊക്കെ ഇപ്പം വരും. ശാലിനിക്കാണെങ്കിൽ വിഷ്ണു വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണമല്ലോ, അത് ഈ മക്കൾക്കറിയില്ലല്ലോ. അച്ഛൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഇത് അവരൊക്കെ വരട്ടെ മോളെ, അച്ഛനല്പം തിരക്കുണ്ട്. പ്ലീസ് അച്ഛാ. മോളെ, അത് പിന്നൊരു ദിവസമാകാം, ഇപ്പോഴച്ഛൻ അത്യാവശ്യമായിട്ട് ജോലിക്ക് കയറേണ്ട സമയമായി എന്നും പറഞ്ഞ് സത്യമോളെയും കൊണ്ട് ശാലിനി അങ്ങ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് വിഷ്ണുവിന്റെ കാർ അവിടെ വന്ന് നിൽക്കുവാണ്. പപ്പിമോൾ അവിടെ തനിച്ച് നിൽക്കുന്ന കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, ആഹാ മോളെന്താ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ താമസിച്ചു പോയോ? അത് സത്യയുടെ അച്ഛൻ വന്ന്. എവിടെ? സത്യയുടെ അച്ഛൻ വന്നെന്നോ? വിഷ്ണു അങ്ങ് അന്തം വിട്ടുപോയി. ദോണ്ട പോകുന്നു ദോണ്ടെ എന്ന് പറയുമ്പോൾ ഒരാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബൈക്കിന്റെ പുറകെ സത്യ ഇരിക്കുന്നതാണ് വിഷ്ണു കാണുന്നത്. അത് കണ്ട് വിഷ്ണു അങ്ങ് തകർന്നു നിൽക്കുവാണ്. ഇത്രയും നാളും ശാലിനി തന്നെ വഞ്ചിക്കില്ലെന്ന വിശ്വാസമായിരുന്നു വിഷ്ണുവിന്. ഇപ്പൊ ശാലിനി ഇത്രയും നാളും പറഞ്ഞത് കള്ളമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷ്ണു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.